ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ചെമ്മീനും ഈ വഴുതനങ്ങയും തക്കാളിയും കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി വെക്കാൻ പോവുകയാണേ. അതിനുവേണ്ടി ഒരു 300 ഗ്രാം ചെമ്മീനുണ്ട്. ഇത് വൃത്തിയാക്കിയതിന് ശേഷം 300 ഗ്രാം ഉണ്ടേ. അത് റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി 2 കത്തിരിക്കയുണ്ടേ, ഞാൻ അരിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് വെള്ളം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. കത്തിരിക്ക അരിഞ്ഞ് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടേ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞിടണേ. ബാക്കിയെല്ലാം ഞാൻ അരിയാം. ഇനി ഇതുപോലെ ഇതെല്ലാം അരിഞ്ഞെടുക്കാം. അതിനു മുമ്പേ ഇത് വിളിക്കട്ടെ. ഈ ചെമ്മീനില്ലേ, ചെമ്മീനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കേ. ഇത് ഇട്ടിരിക്കട്ടെ. നമുക്കിതൊന്ന് കഷ്ണമായിട്ടെടുക്കാം. നമ്മളെ 2 കത്തിരിക്കയും അരിഞ്ഞു കഴിഞ്ഞേ. ഇത് ഈ ഉപ്പ് വെള്ളത്തിൽ 1 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഇതിന് ചെറിയൊരു കറയുണ്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ടിത് കഴുകി എടുക്കാം. കത്തിരിക്ക ഞാൻ കഴുകി വെച്ചിരുന്ന കത്തിരിക്കയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ കറ പോകണ്ടേ. 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ കത്തിരിക്ക എല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടേ. കാരണം അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ. അപ്പോൾ ഈ വെള്ളം മാറ്റാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചെമ്മീൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇതിനകത്ത് കത്തിരിക്കയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു ശകലം ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാര്യം ഇതൊക്കെ പെട്ടെന്ന് ഇനിയിപ്പോൾ ഇത് വെക്കൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് അടുപ്പിലിട്ട് റെഡിയാക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ടേ. ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. കുറച്ച് വെളിച്ചെണ്ണ വേണേ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചെമ്മീനില്ലേ, അതിനകത്ത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്നൊരു വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കേ. ഓക്കെ, നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മീഡിയത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേ. അതാ ഇങ്ങോട്ട് കയറി വെക്കാം. ഇതൊന്ന് കറയ്ക്കാം. ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ കത്തിരിക്ക എടുത്ത് വെച്ചേക്കുന്നില്ലേ, വഴുതനങ്ങ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതുപോലെ ഒന്ന് വാട്ടി എടുക്കാം. വഴുതനങ്ങ വാടി കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഇതേപോലൊരു കഷ്ണം ഇഞ്ചി, ഒരു 10-15 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ നല്ല ചതച്ചെടുക്കാം. സെപ്പറേറ്റായിട്ട് ചതച്ചെടുക്കാം. നോക്കി ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുക്കണം. അധികം ഒന്നും ചതയരുത്, ചെറുതായിട്ടൊന്ന്. പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടേ.
നമ്മൾ കത്തിക്ക് എന്തായാലും മാറ്റിയെടുക്കാം. ഞാൻ തീ മീഡിയത്തിൽ ഇട്ടേക്കാണ്. ഇതെങ്ങ് ഫ്രൈ ആവുന്നില്ല, ചെറുതായിട്ടൊരു വാർപ്പിടട്ടെ. ഒന്നുകൂടെ കിടക്കട്ടെ. നമ്മുടെ കത്തിരിക്ക ഒരു 2-3 മിനിറ്റ് ഈ മീഡിയം തീയിലിട്ട് ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് മാറ്റി വെക്കാം. ഇത് വിളിക്കട്ടെ. വേറൊരു കടായി വെച്ച് ഇതിനകത്ത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതിയേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിക്കെട്ടിട്ടെ. പൊട്ടിയ കടുകിലോട്ട് ഇടത്തരം 2 സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 4 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, എരിയുള്ള പച്ചമുളകാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴന്ന് വരട്ടെ. സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ വഴന്ന സവാളയിലോട്ട് നമ്മളിപ്പം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അതിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറിയൊരു പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് ഒരു 2 ഇളക്കിയാൽ മതി. ഇതിനകത്ത് ഞാൻ 2 തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ കത്തിരിക്കായ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്, ചെമ്മീനും ചാറ് ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേറെങ്കിൽ തിന്നണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇനി തീ ഇതൊന്ന് കുറയ്ക്കാം. സിമ്മിനും തൊട്ട് മേളിൽ വെക്കാം. നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കാം. ഇത് വാടുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കി. സവോള വാടുന്ന സമയം കൊണ്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണ്ടേ, ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പെടുക്കാം. അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, ഇത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ പിരിയമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേ. പിന്നെ ഇതിനകത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതിട്ട് കൊടുത്ത്, പിന്നെ ഇതിനകത്ത് 1 ടീസ്പൂൺ ചിക്കൻ മസാല അതിട്ട് കൊടുത്ത്, ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി അത് ഇട്ട് കൊടുത്തേ. ഇനി ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കേ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 2 കുസൃതി കുട്ടികളിവിടെ ഉണ്ടെന്ന്. ഭയങ്കര ബഹളമാണ്. ഓക്കെ, ഇത് പിടിക്കട്ടെ. ഇനി നമുക്ക് സവാള നോക്കാം. നോക്കിയേ, എൻ്റെ 2 കുട്ടി കുടുംബന്മാരിരിക്കുന്ന ഭയങ്കര കുസൃതി കുടുക്കുകളായിരുന്നു. നമ്മുടെ സവാള നോക്കാം. തക്കാളി ഓക്കെ, തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ശകലം ഒന്ന് തീ മീഡിയത്തിലോട്ട് വെക്കേ. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
മഞ്ഞൾപ്പൊടിയുടെ പച്ച മണമൊന്ന് മാറട്ടെ. ഇനി ഇതിലോട്ട് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരപ്പില്ലേ അത് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. കയ്യിലൊക്കെ വറുത്ത പൊടിയാണ് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് പൊടിച്ച മല്ലി മുളകൊക്കെ. പിരിയമുളക് ഞാൻ അടുപ്പിലിട്ട് വറക്കില്ല. അത് മൈക്രോവേവിനകത്തിട്ട് 1 മിനിറ്റ് 1-1.5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തണുത്ത് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാം. മതിയേ. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേ കൂടി വെള്ളം ഒഴിക്കാം. ഏകദേശം 2 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. കവർ ചെയ്ത് കൊടുക്കാം. തിളക്കട്ടെ. തീ ഉള്ളിൽ കിടക്കേ. നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് ഈ വഴുതനങ്ങ വാട്ടിയതില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അല്ലെ അത് ഇട്ട് കൊടുക്കേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. നമ്മുടെ വഴുതനങ്ങ നോക്കേ. ഒരു 1-1.5 മിനിറ്റ് ആയിപ്പോൾ. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീനില്ലേ അതിട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഈ മീഡിയത്തിൽ വെക്കാം. ഒരു 4-5 മിനിറ്റോളം ഇത് കിടന്നൊന്ന് വേവട്ടെ. നമ്മുടെ വഴുതനങ്ങ കിടന്നോട്ടെ. ഇത് നല്ല മണം. ഓക്കെ. ഇത് ഉപ്പ് എനിക്കറിയില്ല, നോക്കിയെടുക്കട്ടെ. എന്താ ടേസ്റ്റ്. പക്ഷേ ശകലം ഉപ്പ് കുറവുണ്ട്. ഇനി ഇതിനകത്ത് വേറെ ഒന്നുമില്ല. 1-2 കറിവേപ്പില ഇട്ട് കൊടുത്തേ. കവർ ചെയ്ത് ഓഫാക്കി ഇടാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കേ. അപ്പം നമ്മുടെ കറി നോക്കാം. ഞാൻ ആദ്യം വെച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എടുത്ത്. കാര്യം സമയം ഒരുപാടായി. ഞാൻ ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് ഒരു സർവിങ് ബൗളിലോട്ട് പകർക്കാം. നമ്മളെ കറി ഭയങ്കര ചൂടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും എല്ലാത്തിനും പറ്റിയൊരു കറിയാണ്. നല്ല സൂപ്പർ കറിയാണ്. അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റോടു കൂടിയൊരു കറിയാണ്. കുറച്ച് ചോറിനകത്ത് ഇത് കറി ഒഴിച്ച് കാണിച്ചു തരേ. ടേസ്റ്റ് ഈ ഒരൊറ്റ കറി മതി. കുറച്ച് പപ്പടവും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.